നാവ് തളർന്ന് വാദം പിടിച്ചിരിക്കുന്ന SFIയുടെ സഖാക്കന്മാരെക്കാൾ ഭേദം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ക്ലിഫ് ഹൗസിൽ കയറി മൂത്രമൊഴിക്കുന്ന മരപ്പട്ടിയുടെ ജനാധിപത്യ ബോധം. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹൗളിംഗ് ഇടുന്ന മൈക്കിന്റെ ജനാധിപത്യ ബോധമില്ലേ, ആ ബോധം, ആ ഇടത് ബോധം പോലും ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹസ്കറെ, നിങ്ങൾ ഏത് ഇടതുപക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ കേരളത്തിലെ BJP പോലും ഒരു പരിധി വരെ ഇടതാണെന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണ്. BJPക്ക് പോലും ഒരു പരിധിക്കപ്പുറം തീവ്ര വലതുപക്ഷം പറയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിന്റെ നവോത്ഥാന മണ്ണിന്റെ ഇടത് ബോധം കൊണ്ട്. ആ ഇടത് ബോധത്തെ നിങ്ങൾ കരിങ്കാലിപ്പണി ചെയ്ത് തീവ്ര സംഘപരിവാർ ബോധത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുക. അത് പിണറായി വിജയന്റെ മക്കളുടെയും കുടുംബക്കാരുടെയും മുഴുവൻ ജയിൽവാസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള, കാരാഗ്രഹവാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാധവ പൊതുവാൾ കവടി നിരത്തി കൊടുത്ത ആ കാഴ്ചപ്പാടിന്റെ പുറത്താ. അപ്പൊ മന്ത്രവാദം പഠിപ്പിക്കുന്ന സിലബസ് ചിലപ്പോൾ എടുത്തെന്ന് വരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹസ്കർ പറഞ്ഞ 5+3+3+4 എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വന്നില്ലെങ്കിൽ എന്തോ വലിയ തകരാറ് വരുമെന്ന്. ഹസ്കറെ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും 50% സീറ്റുകൾ വേക്കൻഡാ. ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ പിള്ളേർക്ക് താല്പര്യമില്ല. ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ആരോഗ്യ സുരക്ഷയ്ക്കുള്ള വൈദ്യശാസ്ത്ര മരുന്നുകൾ കണ്ടെത്താൻ പറ്റുമെന്ന് പറയുകയും, റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനം പറത്തിയ ആളാണ് ഹനുമാൻ എന്ന് പറയുകയും, ബഹിരാകാശ യാത്ര നടത്തിയത് ഹനുമാൻ എന്ന് പറയുന്ന മന്ത്രിമാരുള്ള ഒരു നാട്ടിലേക്ക് പഠിക്കാൻ വിവരവും ബോധമുള്ള കുട്ടികൾ പോകാൻ തയ്യാറാകൂല. അപ്പൊ ആ 5+3+3+4 എന്ന് പറഞ്ഞ ഫോർമുലയൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു? 3 വർഷം മുമ്പ് നിങ്ങൾ ഒപ്പിടാതെ മാറ്റിവെച്ചതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ലാപ്സ് ആക്കപ്പെട്ടു. അതിന്റെ പേരിൽ ഒരുപാട് വിചാരണ ചെയ്യപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ 8 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പാ. ഇനി പണം മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതൊക്കെ ചോദിച്ചു മേടിക്കാനല്ലേ സെക്രട്ടറി കെവി തോമസിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മഞ്ഞത്ത് ഇരുത്തിയിരിക്കുന്നത്? അതിനു മുമ്പ് സമ്പത്തിന് ഇരുത്തിയത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട്. ഇവർക്കൊക്കെ എന്താ പണി? ഈ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കേരളത്തിന് വേണ്ട സാമ്പത്തിക സാഹചര്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ ഇവർ പോയിരിക്കുന്നത്? അത് തണുപ്പത്തെ സെക്രട്ടറി ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ? അവരോട് ചോദിക്കണം. അവർ ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിൻവാതിലൂടെ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭയിലെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുത്തി മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറച്ചു പിടിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തോട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 16-ാം തീയതി തൊട്ട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. 16-ാം തീയതി ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം 17-ാം തീയതി സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് ശിവൻകുട്ടി നടത്തിയ ആ വലിയ ഡ്രാമയുണ്ടല്ലോ, അതൊക്കെ ഇവിടെ പൊളിച്ചു മാറ്റപ്പെടുകയാണ്.